SNDPയും തെറ്റിച്ചത് ലീഗ് എന്നാണ്. ലീഗ് എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണത്തോട് വിയോജിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ലീഗ് തള്ളിക്കളഞ്ഞു. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങൾ എന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, വെള്ളാപ്പള്ളിയുടെ സ്വദേശൻ വിരോധം ഇതാദ്യമല്ല. ഇത്തവണ ഒരു പടി കൂടി കടന്ന് തൻ്റെ വർഗീയതയെക്കുറിച്ച് താൻ വർഗീയവാദിയാണോ എന്ന് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും AK ആന്റണിയുടെയും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേര് പറയുമ്പോൾ പന്ത് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വെള്ളാപ്പള്ളി. തീർച്ചയായിട്ടും ഇന്നും വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. VD സതീശനായിരുന്നു മുഖ്യ ടാർഗറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് ആളുകളെ കുറിച്ച്, അതായത് KC വേണുഗോപാലിനെ ആണെങ്കിലും രമേശ് ചെന്നിത്തലയെ കുറിച്ചും AK ആന്റണി അടക്കമുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണ യോഗ്യരാണ് എന്നുള്ള ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന അതേ സമയത്ത് തന്നെയാണ് യോഗ്യനാണെന്ന് അഭിനയിക്കുന്ന ആളാണ് VD സതീശൻ എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്നലെ പൂത്ത തകരയാണ് എന്നാണ് VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി ഇന്നും വെള്ളാപ്പള്ളി ടാർഗറ്റ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ന്റെ പ്രധാന ഒരു മൂവ്മെന്റിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് UDF-നും ഒപ്പം തന്നെ VD സതീശനും കൃത്യമായ പ്രഹരം ഏൽക്കുന്ന രീതിയിൽ VD സതീശനിലൂടെ UDF-നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു ഇന്നും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, രഞ്ജിത്ത്, കാണിച്ചുകുളങ്ങരയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ച് കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് സമയം നൽകി ഇന്ന സമയത്ത് താൻ കാണുമെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്ക് ശേഷം തന്നെ സുകുമാരൻ നായരുടെ അല്ലെങ്കിൽ NSSന്റെയും പ്രതികരണം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഒരു നീക്കുപോക്കൂടെ കൂടിയാലോചനയോടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു നിലപാടിലേക്ക് NSSും SNDPയും കൈകോർത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായ ഒരു രീതി തന്നെയാണ്. അത് കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ് രണ്ടുപേരുടെയും മിനിറ്റുകളുടെ വ്യത്യാസത്തിലുള്ള പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. ഇന്നും ലീഗിനെ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ലീഗാണ് NSSനെയും SNDP, കോൺഗ്രസ് അല്ല, ലീഗാണ് SNDPയെയും NSSനെയും രണ്ട് ധ്രുവങ്ങളിലാക്കി തെറ്റിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ മാത്രമാണ് അതിന് ഉത്തരവാദികൾ എന്നുള്ളതാണ്. താൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരല്ല, മറിച്ച് ലീഗിനാണ് താൻ എതിര് എന്നുള്ളതാണ്. ആ ഒരു തന്ത്രം ഇനി നടക്കില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞത്. കാലത്തിന് എല്ലാം ഒരു സമയമുണ്ട്, ആ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കും, അതിനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മാത്രമല്ല, ഒരുമിച്ച് പോവുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആ അനിവാര്യതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തന്നെ സുകുമാരൻ നായർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം രംഗത്ത് വരുന്നത്. പരസ്യമായി സുകുമാരൻ നായരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. അതിൽ കൃത്യമായ ഒരു ഇടത് മൂവ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു നിലപാടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് ജയിക്കും എന്നതിനെ സംബന്ധിച്ച് ഇനി താൻ പറയുന്നില്ല, ജയിക്കുന്നവർ ഭരിക്കും എന്ന നിലപാട് അല്പം അയവ് വരുത്തിയ വെള്ളാപ്പള്ളി ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നതിന് പിന്നിൽ ഇത്തരം ഒരു നീക്കവും അതിൻ്റെ ഒരു വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. 21-നാണ് ആലപ്പുഴ നഗരത്തിൽ വെച്ച്, ആലപ്പുഴയിലെ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് 50 രാജ്യത്തെ തന്നെ എല്ലാ SNDP യൂണിയൻ്റെയും ഭാരവാഹികളെ ആലപ്പുഴയിൽ എത്തിച്ച് ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം, എന്തായിരിക്കണം ആ ഒരു രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് പോകുമ്പോൾ എടുക്കേണ്ട വിട്ടുവീഴ്ചകൾ, എന്ത് നിലപാടുമായി മുന്നോട്ട് പോകണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. 21-ന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി ഒന്നും വരില്ലല്ലോ ഒരുമിച്ച് പോയാൽ എന്നുള്ള ചോദ്യമാണ്
പരിഹാസ രൂപേണ NSSന്റെയും SNDPയുടെയും ഒരുമിച്ച് പോക്കിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് അത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു ഐക്യം, ഹിന്ദു ഐക്യം എന്നതിനെ സംബന്ധിച്ച് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. അതിൽ തന്നെ സഭയുമായി ബന്ധപ്പെട്ട ആളുകളെയും കണ്ടു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള രീതി മാറ്റി, സ്ഥിരം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം മാറ്റി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പ്രയോഗമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയത്. അതിൽ തന്നെ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വത്തിലുള്ള ആളുകളെ കൂടി കണ്ട് അവരെ കൂടി തങ്ങളോടൊപ്പം നിർത്തി അനുനയിപ്പിച്ചൊരു ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരു നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും അത് വലിയ വ്യത്യാസം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. KC വേണുഗോപാലെയും രമേശ് ചെന്നിത്തലയും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. മറ്റു സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അവർ വിമർശിക്കപ്പെടുമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. അതേസമയം വെള്ളാപ്പള്ളി നടേശനുമായി ഒരു തർക്കത്തിനുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വെള്ളാപ്പള്ളി വളരെ സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. പല അഭിപ്രായങ്ങളുണ്ടാകും, അത് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്നാളാണ്. ഞാനതിന് ഒന്നും ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. NSS SNDP ഐക്യത്തിൽ BJPക്ക് ആശങ്കയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും തമ്മിൽ ഐക്യം വേണം, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഐക്യം വേണമെന്നും അധ്യക്ഷൻ പറഞ്ഞു. ഇല്ല, അങ്ങനെ ആശങ്കയൊന്നുമില്ലല്ലോ. അത് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ചോദിക്കുന്ന ആളല്ല. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അവർക്ക് ഒരു പുതിയ കേരളം വേണം, അവർക്ക് ഒരു നല്ല ഭാവി വേണം. ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് LDF UDFന്റെ ഒരു പിങ് പോങ് രാഷ്ട്രീയമല്ല അവർക്ക് വേണ്ടത്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. സുരേഷ് ഗോപിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സുരേഷ് ഗോപി ജനിച്ച ശേഷം NSS ആസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യവുമായാണ് ഒരിക്കൽ വന്നത്. NSS ബജറ്റ് ദിവസമാണ് സുരേഷ് ഗോപി എത്തിയത്. തൃശൂർ പിടിച്ച പോലെ NSS പിടിക്കാൻ സുരേഷ് ഗോപി വരേണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിൽ കാല് കുത്തിയിട്ടില്ലാത്ത അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. ഒരു സംഘടന അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ അതിൻ്റെ അർത്ഥം? തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.